എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോട് എടുക്കണേ എന്തൊരു കഷ്ടമാണ്. രാജസ്ഥാനിലെ രാജാവാ. ആ രാര പാച്ച രണ്ടെണ്ണം അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. ആ സൂചേട്ടാ, ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാനി കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാനെ. അങ്ങോട്ട് തട്ടി വിളി ആശാനെ. മനുഷ്യനെ ടെൻഷനാക്കണ്ട, തട്ടി വിളിക്കാതെ. ഞാൻ മോളെ ചക്കരയാ. അതിപ്പോ ഞങ്ങള് ജസ്നോ ഇപ്പൊ വന്നുള്ളൂ. ആ കുട്ടി പറഞ്ഞോളൂ. ജാഫറാണല്ലോ. ജാഫറെ അണത്തിനിടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താന്ന് വെച്ചാൽ എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര് ഷിബ ബേബി. ബേബി. ആ ബേബി, അതാണ് എന്റെ ഡാഡി. റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ, ബാക്കിയുള്ളവർ വാ. പോരട്ടെ, come on. ജാഫറെ അവിടേക്ക്. ജാഫറെ. ഹായ് ജാഫർ. എന്താണ് ഇത്? ജാഫറെ, നീയും ഗുണ്ട, ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്നെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. ഇങ്ങനൊന്നും പറയലെന്റെ ജാഫ്രിക്ക. അറിയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞാ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാവൂട്ടാ. എടാ, അവിടെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ? പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫറെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തേ കൂടി ഗുണ്ടായിസം കാണിച്ചാടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി. ഹലോ, അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്റർ മനസ്സിലായടാ.
നല്ലടി കിട്ടും. നമുക്ക് പോവാം. വണ്ടി എടു. ഹെൽമെറ്റ്, താക്കോല്. ചേട്ടാ ഈ വഴി എന്നെ പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ. சும்மா பிரச்சனை பண்ணிட்டு இருக்கீங்க. സൂചേട്ട ഒരാളെ കൊന്നല്ലേ? സൂചേട്ട ചേട്ടാ സൂചേട്ടാ കുഞ്ഞായി വരണ തോർത്തപ്പോ നമുക്ക് വരണ്ടാർന്നടാ. എടാ സുജിത് കുമാറില്ലേ, അയാൾ വണ്ടി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ലടാ. അയാൾ പ്രാഗീതാണ്, ഉറപ്പാണ് അയാൾ പ്രാഗീതാണ്. ചേട്ടാ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അയാൾ പ്രാഗൂടാ, അയാൾ പ്രാഗിപ്രാഗിയാണ് ഞാൻ ഇരിക്കുന്നത്. ചേട്ടാ എടാ അമ്മ ചോറിനെ തന്നിട്ട് അച്ചാറില്ലടാ, അത് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചില്ലടാ, അതിന്റെ ശാപോടാ അമ്മ. ചേട്ടാ എടാ അവര് വരൂടാ, അവര് വരും. മായനദിൽ മാത്രമേ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കാട്ടിക്കൊണ്ട് വെടിവെച്ച് കൊണ്ടുകൂടാ. മായാനദിയാ? ചേട്ടാ സൂചേട്ടാ ഇത് പിടിച്ചേ, ചേട്ടാ കരയല്ലേ? സൂചേട്ടാ കരയല്ലേ? ഞാൻ കറിയൂലടാ, ഞാൻ കറിയൂല. ആര് കറിയണ്? സുഖം പണ്ടേ തീരുമാനിച്ച കറിയുന്നത്. ചേട്ടാ എഴുന്നേറ്റെ, സൂചേട്ടാ എഴുന്നേറ്റെ. താക്കോലും കടി, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. വാ വാ. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം വണ്ടി. വാ വാ.